കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 4 എപ്പിസോഡ് 11 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഒരു ബിഗ് റിവീൽ തന്നെ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒന്ന് ശ്രമിച്ചേക്കുക. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ആരെയും വൈകിപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ആർത്തർ സിൽവിനൊന്ന് തറകിട്ട് പറയുകയും ചെയ്യും, അവൾ ഇപ്പോഴും ഉറങ്ങുവാണല്ലേ വിസ്റ്റം, റിയലി താങ്ക്സ്. ഞാൻ ഓർത്തതിലും പെട്ടെന്ന് തന്നെ നീയും ലേഡി സിൽവിയും എന്തായാലും റിട്രിയുടെ അലീസിന്റെ വേണ്ടി പെട്ടുപോയല്ലേ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും നിന്റെയും ലേഡി സിൽവിയുടെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റാനായിട്ട്. അത് ശരിയായിരിക്കും, പക്ഷേ എൻ്റെ ലൈഫിനെക്കാട്ടും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു എൽഫ് പ്രിൻസസിന് വേണ്ടിയാണോ? ഒരിക്കലും അവൾക്ക് വേണ്ടി മാത്രമല്ല, DC ആൾക്കാരുണ്ടായിരുന്നു. അതിലുപരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാത്തത് അവൻ എന്തിനാണ് നിന്റെ ഫ്രണ്ടിനെ എടുത്തിട്ട് പോയെന്നാണ്. ആ ടൈമിൽ തന്നെ ആർത്തറിന് കുറച്ചുകൊണ്ടൊന്നും ഇതാവും എന്നിട്ട് പറഞ്ഞ് എനിക്കത് മനസ്സിലായിട്ടില്ല. എന്തായാലും നീ ഇവിടെ വന്നിട്ടില്ലേ, ഇനി എന്തായാലും എനിക്ക് എലീജയ്ക്ക് എന്താണ് പറ്റിയെന്ന് അറിയണം. എന്നിട്ട് എന്ത് ചെയ്യും? അവനെ രക്ഷിക്കാൻ പോകുക. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വെച്ച് അവർ തിരിച്ചു പോയെന്നാണ് അറിഞ്ഞത്. തിരിച്ചു പോയെന്നോ? എവിടേക്ക്? ആലക്രയിലേക്ക്. കോപ്പ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? എന്തായാലും ഞാനൊരു കാര്യം പറയാം, നിനക്ക് ഇവിടുന്ന് തന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നീ അവനെ രക്ഷിക്കാൻ പോകുന്നത്. അതൊരു സൂയിസൈഡ് മിഷനാണ്, എനിക്കതറിയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അവനിപ്പോഴും ജീവനോടെ ഉണ്ട്, എനിക്ക് അവനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ അതത്ര എളുപ്പമായിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നീ എന്താണ് പറയുന്നത്? ഞാനിനി എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ലക്കിയാണ്. ഡ്രാനി പോയതിനു ശേഷമാണ് നീ അവിടേക്ക് വന്നത്. ഈവൻ വിട്രയിലുള്ള എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിന്നെ ജീവനോടെ കിട്ടുമെന്ന്. ആ സമയത്ത് തന്നെ ലേഡി സിൽവിയുടെ ടെൻഷനും കൂടെ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അത് അത്രത്തോളം വിഷയമായിരിക്കും. കാര്യം ഇനി ആശ്വർക്ക് പോലും ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ സേഫായിട്ട് വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നീ എന്താണ് പറയുന്നത്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ ഉപേക്ഷിക്കണമെന്നാണോ? ഞാൻ അവളുടെ ഹെൽപ്പ് നന്നായിട്ട് ഞാൻ തേടി. പിന്നെ എനിക്ക് അറിയാമായിരുന്നു നീ എന്നെ സിൽവിനെ എങ്ങനെ പോലും രക്ഷിക്കുമെന്ന്. അത് മാത്രമല്ല, കൗൺസിലിൻ്റെ പകുതി ഭാഗം ഇപ്പോഴും വിട്രയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൽ വേറെ എന്നെ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ ഫാമിലിനെ ഹൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം ലാൻസൊക്കെ എൻ്റെ മാനർ സിഗ്നേച്ചർ ഉറപ്പായിട്ടും ട്രാക്ക് ചെയ്യും. എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വിസ്റ്റം, നീ തന്നെ പറ, ഞാനിവിടെ എന്ത് ചെയ്യണം? ആ സമയത്ത് തന്നെ വിസ്റ്റം പറയുകയും ചെയ്യും, അല്ലെങ്കിൽ ഇതിങ്ങനെയാണല്ലോ. നീ ഇവിടെ കിടന്ന സമയത്ത് ശരിക്കും ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഗ്രേസൻഡേഴ്സ് എന്തായാലും ഇപ്പോൾ വിക്ടറിയായിട്ട് നല്ല കണക്റ്റഡാണ്. അത് മാത്രമല്ല ഗ്ലേഡിയേഴ്സ് അവരുടെ സൈഡിലാണ്. പക്ഷേ അവരിപ്പോഴും ഒരു ന്യൂട്രലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. റിയലി ഇംപ്രസീവ്. ഞാൻ വിചാരിച്ചില്ല നന്നായിട്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആ സമയത്താണ് അവൻ ചോദിക്കുന്നത്, നീ ആരാണ്? നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് ബീറൻ അവിടേക്ക് നടന്ന് വരുന്നുണ്ട്. നീ അപ്പോൾ ഇൻട്രൂഡറാണോ നേരത്തെ ഉള്ളവൻ്റെ കൂടെ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എക്സ്പ്ലനേഷനൊക്കെ ഒന്നും കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് നമ്മുടെ വിശ്വത്തിൻ്റെ മേത്ത് വീഴുന്നുണ്ടെങ്കിലും അവൻ പറയുകയും ചെയ്യും, മകനെ, ഇതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും നിനക്ക് കാണിച്ചു തരണോ? ഇത് കാണുന്നത് ബെറിന് നന്നായിട്ട് ദേഷ്യം വരെ അവൻ വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇത് കാണുന്നത് വിസ്റ്റം പറയുകയും ചെയ്യും, മതി, മുട്ടുകുത്തി നിൽക്കാൻ നോക്ക്. അടുത്ത സെക്കൻഡിൽ തന്നെ ബെറിയൻ താഴത്തേക്ക് വീഴുവാണ്. അവനായിട്ട് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ബെറിയൻ അടങ്ങി നിൽക്കാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാൻസ് വേറെയായിട്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ അവൻ ചോദിക്കുകയും ചെയ്യും, നീ എന്താണ് പറഞ്ഞത്? അതൊരു ഇൻട്രൂഡറാണ്, നിനക്ക് മനസ്സിലായില്ലേ? അതെ, പക്ഷേ അവനൊരു ഡിയറ്റിയാണ്. നമുക്കൊന്നും അത്ര പെട്ടെന്ന് അവരെ തൊടാൻ സാധിക്കത്തില്ല. ഓ ഗ്രേറ്റ് വൺ, എന്നോട് ക്ഷമിക്കൂ, ഞങ്ങളുടെ കിങ് താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ ആ ഒരു റൂമിലേക്ക് ചെന്നതാണ്. ആർത്തറും വിസ്റ്റത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ എൽസിൻ്റെ ഹ്യൂമൻസിൻ്റെ രാജാക്കന്മാരും പിന്നെ നമ്മുടെ ഡയറക്ടർ ഗുഡ്സുകയും, അത് മാത്രമല്ല നേരത്തെ വന്ന ആ ഒരു ആശ്വാസത്തിലെ ഒരാളും അവിടെ നിപ്പോട്ടായിരുന്നു. ഈ സമയത്ത് തന്നെ അവരെല്ലാവരും കൂടെ അവിടെ ഇരിക്കുവാണ്. പെട്ടെന്ന് പുള്ളിക്കാരൻ പറയാൻ തുടങ്ങും, സോ എല്ലാവരും ഞാനിവിടേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പേര് ആൽഡ്രിൻ എന്നാണ്. ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനും മിസ്റ്റവും ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ലെസർ ബീങ്ങിനെ സഹായിക്കാനായിട്ട്, നിങ്ങളുടെ സർവൈവൽ ചാൻസ് കൂട്ടാനായിട്ടാണ്. കാര്യം വരുന്ന വിട്രയായിട്ടുള്ള ആ ഒരു വാറിനെ ജയിക്കാനായിട്ടാണ്. ഇത് കേൾക്കാൻ നേരത്ത് അവരെല്ലാവരും ഞെട്ടി, എല്ലാവരും ഒന്ന് പേടിച്ച്. ആർത്തറിനും കാര്യം മനസ്സിലായി. ആ ടൈമിൽ തന്നെ നമ്മുടെ എൽസിൻ്റെ കിങ് അല്ല ആൾഡിനും പറയും ചെയ്യും, അപ്പോൾ ഞങ്ങൾ പേടിച്ചതുപോലെ തന്നെ യുദ്ധം മുന്നിലെത്തിയിട്ടുണ്ടല്ലേ. അതിനുവേണ്ടിയുള്ള ആദ്യ ചുവട് ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞു. ഗ്രേസൻഡേഴ്സിനെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ കീഴിലുള്ള ലാൻഡ്സ് ഇപ്പോൾ എൻ്റെ കൺട്രോളിലാണുള്ളത്. അത് മാത്രമല്ല, ഞാൻ പലരുടെയും പാസ്റ്റിലേക്ക് കയറിയൊന്ന് നോക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ആയുള്ള ഡിസിഷൻസ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും. യുവർ മാജസ്റ്റി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം താങ്കളുടെ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ താങ്കൾ ആശ്വാസിനെ നേരെ ആലക്രയിലേക്ക് ചെന്ന് വിട്രയെ ഡിഫീറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഞങ്ങൾ ലെസർ ബീങ്സിൻ്റെ ആവശ്യമില്ലല്ലോ.
അത് നിങ്ങൾ ഉദ്ദേശിക്കലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ദി വിട്രേ ക്ലാനും അവരുടെ താഴെയുള്ള ആ 3 ക്ലാൻസും ഫോർമർ ആശുറാസ് ആണ്. അവരാ ലോ ബ്രേക്ക് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ആശുറാസ് എന്തൊക്കെ വന്നാലും മറ്റവരുമായിട്ട് ഫൈറ്റ് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരിക്കലും നിങ്ങൾ ലെസർ ബീങ്ങിന് പറയുന്ന പോലെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? അപ്പോൾ ഗ്രേസ് ഓണ്ടേഴ്സിനെ കൊന്നതോ? അതാവശ്യമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എന്നിട്ട് വിസ്ഡം പറയുകയും ചെയ്യും, ഡിക്കെ തന്നെ ഇപ്പോൾ എതിർക്കാൻ പോകുന്നത് ഒരു വലിയൊരു പോപ്പുലേഷൻ എടുക്കലാണ്. വിക്ടറിയുടെ താഴത്തുള്ള ഒരു വലിയൊരു പോപ്പുലേഷൻ എടുക്കൽ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരെന്തായാലും റാഷായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോൺ ഡീമനോ അവൻ ഈ ലാൻഡിനെ ഇൻട്രോഡ്യൂസ് ചെയ്തോട്ട് തന്നെ കുറേയധികം നാളല്ലേ. അത് മാത്രമല്ല ഇവിടെ പലരും അവനെപ്പറ്റി അവെയറുമാണല്ലോ. അത് മാത്രമല്ല അവനായിരുന്നു ആ ഒരു ലാൻസിനെ കൊന്നത്. ആർത്തർ, അത് നിനക്കെങ്ങനെ അറിയാം? ആ സമയത്ത് തന്നെ നമ്മുടെ ഡയറക്ടർ ഗുഡ്സ്കായിട്ട് ആ ഒരു ഫ്രാഗ്മെന്റ് എടുത്ത് കൊടുത്തിട്ട് പറയുകയും ചെയ്യും, നിങ്ങൾ സംസാരിക്കുന്നത് ഈ ഫ്രാഗ്മെന്റിന്റെ ഓണറിനെ പറ്റിയാണോ? ബോയ്, വിസ്ഡം എന്നോട് പറഞ്ഞിരുന്നു നിന്നെ കൺട്രോൾ ചെയ്യുന്നത് അത് കുറച്ച് പാടുള്ള ഒരു കാര്യമാണെന്ന്. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ വന്നിട്ടുള്ളത് അത് ആശുറാസ് അല്ല. ചുരുക്കം പറഞ്ഞാൽ ആ മോൺസ്റ്റേഴ്സ് ഇതിനു മുമ്പ് ലെസർ ബീയിങ് ആയിരുന്നു. അവരെല്ലാവരും പല എക്സ്പെരിമെന്റ്സിൽ പെട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നത് ആശ്വാസിൻ്റെ അത്ര തന്നെ സ്ട്രോങ് ആയുള്ള മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നാണോ ഈ ഡെക്കിയെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഞങ്ങൾക്ക് യുദ്ധത്തിന് ജയിക്കാൻ സാധിക്കുമോ? ആ മോൺസ്റ്റേഴ്സ് സത്യം പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. കാര്യം അഗ്രോണയുടെ ട്രംപ് കാർഡ് തന്നെ അവർ തന്നെയാണ്. അത് മാത്രമല്ല എന്തായാലും പണ്ടത്തെ പോലെ അവരുടെ പ്രസൻസ് പുറത്തേക്ക് അവർ ഇറക്കുന്നതല്ല. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ യുദ്ധത്തിൻ്റെ ജനറലായിട്ട് എന്നെ കണ്ടാലും മതി. ഞങ്ങൾ ആശ്വാസ് എന്തൊക്കെ വന്നാലും ഈ ഒരു സ്ഥലം ഡിഫെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ആ ടൈമിൽ തന്നെ ആർത്തറും വിസ്റ്റും കൂടെ പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഈ ടൈമിൽ ആർത്തർ ആലോചിക്കുകയും ചെയ്യും, അല്ല നമ്മളവിടെ ഒന്ന് സംസാരിക്കണ്ടേ? ആൾഡർ എന്തായാലും കുറച്ചുകൂടെ കേബിളാണ്. അവനെന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. നമുക്ക് എന്തായാലും നിന്റെ ഫാമിലിനെ കാണാൻ പോകണം, എന്നിട്ട് ഗുഡ് ബൈസ് പറയാനുള്ളതാണല്ലോ. ഗുഡ് ബൈസോ? ഞാൻ എവിടെയെങ്കിലും പോകുവാണോ? പിന്നെ അല്ലാതെ ഞാൻ നിന്നെ ലേഡി സിൽവിനെയും കൂടെ ആശ്വാസിൻ്റെ ഹോം ലാൻഡിലേക്ക് കൊണ്ടുപോകാൻ പോകുവാണ്. നീ ഇനി അവിടെ ആയിരിക്കും ട്രെയിൻ ചെയ്യാൻ പോകുന്നത് എപ്പിയോത്തിയസിൽ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരായിട്ട് ആ കാട്ടിൽ കൂടെ നടക്കുന്നതാണ്. ഈ ടൈം തന്നെ ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ ഇവിടെ കൂടെ നടക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം റീനയുടെ സ്ഥലത്തേക്ക് നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്താൽ പോരെ? അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാധ്യമാകും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ബാരിയർ ഉണ്ടല്ലോ, അത് തകർന്നു പോകുന്നതായിരിക്കും. അങ്കി വേണ്ട, അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ല, നീ ശ്രദ്ധിച്ച് കേട്ടിരുന്നോ എപ്പിയോത്തീസിനെ പിന്നെ ദി ഗ്രേറ്റ് 8നെ പറ്റി? ഞാൻ കേട്ടിരുന്നു. ദി 8 എന്ന് പറയുന്നത് അവിടുത്തെ എപ്പിയോത്തീസിലെ ആശ്വാസിന്റെ റേസിനെയാണ്. ആൻഡ് ഈച്ച് റേസ് മൾട്ടിപ്പിൾ ക്ലാൻസിനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അവരെയാണ് ഹയർ 8 അല്ലെങ്കിൽ ഹൈ 8 എന്ന് പറയുന്നത്. പിന്നെ വിക്ടറി ക്ലാൻ ആ ഒരു ബെൽസെറ്റക് ക്ലാൻ്റെ താഴത്തുള്ളതായിരുന്നു. ഇപ്പോഴും മനസ്സിലാത്തത് ബാക്കിയുള്ള ക്ലാൻസ് ഒക്കെ എന്തിനാണ് അഗ്രോണിനെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് നോക്കിയത്? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉത്തരം ആദ്യം തന്നെ കിട്ടുമായിരുന്നല്ലോ. സമാധാനമല്ലേ അവർക്ക് ഏറ്റവും വേണ്ടത് എന്നത് പറഞ്ഞത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവര് ആദ്യം മുതൽ തന്നെ ഞങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ആലക്രേ ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി എന്തുവാണ് കാത്തു വെച്ചിരുന്നതെന്ന്. ഞാൻ അഗ്രോണിനെ എത്രയും പെട്ടെന്ന് തന്നെ ഗേറ്റ് റീഡ് ചെയ്തിരുന്നു. എന്നാൽ എനിക്ക് ഇപ്പോഴും ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. കാര്യം ഗ്രാൻഡ്മാ സിൽവി എന്തിനാണ് ആദ്യം തന്നെ ഇവിടേക്ക് വന്നത്? പുള്ളിക്കാരി എങ്ങനെയാണ് ഡിക്കാത്തനിലേക്ക് എത്തിയത്? ഞാൻ ഇനി ഒരു കാര്യം പറയാം, പക്ഷേ ഈ പറയാൻ പോകുന്ന കാര്യം നിന്റെ ഉള്ളിൽ മാത്രമേ വെൽക്കാൻ പാടുള്ളൂ. കാര്യം ഇത് ഇന്ദ്രാദി ക്ലാനിലെ ഫ്യൂ ആളുടെ മെമ്പേഴ്സിന് മാത്രം അറിയാവുന്ന കുറച്ച് ഇൻഫോർമേഷനാണ്. ലേഡി സിൽവി ഇവിടെ ആദ്യം വന്നത് ഒരു എലൈറ്റ് ഡിവിഷനായിട്ടായിരുന്നു. കാര്യം അഗ്രോണിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. അല്ല അതിന് അലൗഡാണോ? അത് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ പാടില്ലെന്നാണല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങനെ പാടില്ല. കാര്യം അതൊരു സൂയിസൈഡ് മിഷനാണ്. പക്ഷേ ലോർഡ് ഇന്ദ്രജിത്ത് അത് അലോ ചെയ്തതുമില്ല. എന്നാൽ പുള്ളിക്കാരി അങ്ങനെയല്ലായിരുന്നു. പുള്ളിക്കാരി തന്നെ കൺസീൽ ചെയ്തിട്ട് അവൻ്റെ പുറകിൽ കൂടെ സ്നീക്ക് ചെയ്ത് ഇവിടേക്ക് വരുമായിരുന്നു. പക്ഷേ ഞങ്ങളിവിടേക്ക് എത്തിയതിന് മുമ്പ് തന്നെ അത് കുറച്ച് ലേറ്റായി പോയിരുന്നു. അവർ ക്യാപ്ചർ ചെയ്തിരുന്നു. പക്ഷേ അവൾ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ നിന്ന് എന്താണ് ഒളിച്ചിരുന്നതെന്ന് അതിനെപ്പറ്റി എനിക്കിപ്പോഴും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഗ്രാൻഡ്മാ സിൽവിയുടെ താഴത്തേക്ക് വന്ന ആശ്വാസനോ അവർക്കെന്ത് സംഭവിച്ചു? അവർക്കായിരുന്നു നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമുണ്ടായത്. അഗ്രോണ സത്യം പറഞ്ഞാൽ അവരെല്ലാവരെയും വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, ഒരു വലിയ ലാർജായുള്ള ഒരു ആർമിയുമായിട്ട്. അത് മാത്രമല്ല അവരെല്ലാവരും അവരെ പിടിക്കുകയും ചെയ്തു. വിക്ടറിയൻ ക്ലാനായിട്ട് അവരെ എല്ലാവരും ഇന്റർബ്രീഡ് ചെയ്തു. ആലക്രയിലെ ലെസർ റേസുമായിട്ട് വിക്ടോറിയൻ ക്ലാൻ അവരെല്ലാവരും ഇന്റർബ്രീഡ് ചെയ്തു. അതെ, ഇന്റർബ്രീഡും എക്സ്പെരിമെന്റും അതെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ നമ്പർ 10,000 ആയിട്ട് മാറി. അവർ വലുതായിക്കൊണ്ടേയിരുന്നു. എല്ലാവരും മരിച്ചു. എപ്പിത്തീസിലെ എല്ലാവരെയും കൊല്ലുകയും ചെയ്തു, ക്യാപ്ചറും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അഗ്രോണ ലോർഡ് ഇന്ദ്രജിത്തിന്റെ ഫ്രണ്ടിൽ വന്ന് ആ ഒരു കാര്യം പറയുകയും ചെയ്തു. അവൻ ലേഡി സിൽവിനെ പിടിക്കുകയും അവളെ ബാറ്റിൽ കൊല്ലുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ലായിരുന്നു. ആ ഒരു നിമിഷം തൊട്ട് തന്നെ പുള്ളിക്കാരൻ ആ ഒരു കാര്യം ചെയ്തു. കാര്യം അത് ആശ്വാസിന് ഇനി ഡയറക്റ്റ്ലി മറ്റൊരു ടീമുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അധികാരം പുള്ളിക്കാരൻ ഫോർബിഡിങ് ചെയ്യുമായിരുന്നു. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ആ ഒരു നിലനിൽപ്പിനെ ബാധിക്കും
പറ്റുമെന്ന് പുള്ളിക്കാരനെ അറിയാമായിരുന്നു. മൊഴിച്ച് 7 ആശ്വാസം ആ വിക്ടറിയോടുള്ള ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമായി തീർന്നെന്ന്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഒരുത്തം ചെയ്ത തെറ്റിന് ഒരു റേസിനെ തന്നെ ശിക്ഷിക്കുന്നത് അത് മോശമായൊരു കാര്യമല്ലേ? പക്ഷേ എക്സ്പെരിമെന്റ് ചെയ്തത് അത് കുറച്ച് ഹൊറിബിൾ അല്ലേ? അതെ, ഹൊറിബിളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്വാസം മോർട്ടലോടുള്ള ഇന്റർബ്രീഡിങ് അത് കുറേയധികം പവർഫുൾ ആയ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. അഗ്രോണ ആ സമയം മുഴുവൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു പവർ ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ കൂടാൻ തുടങ്ങി. മോർട്ടൽസിന് അവന്റെ ഫ്രണ്ടിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ആ സമയത്ത് എന്തായാലും ആലക്രയും ഡിക്കാത്തലും തമ്മിലുള്ള ആ ഒരു ഇംബാലൻസ് സ്റ്റാർട്ടായി. അല്ല, അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ ഒരു ഏൻഷ്യൻ്റ് ആർട്ടിഫാക്ട് ഡിക്കാത്തനിൽ കൊടുത്തത്? അതെ, അത് ഡിക്കാത്തനിലേക്ക് കൊടുത്തത് ഒരു സ്യൂട്ടബിൾ ആയുള്ള ഒരു മോർ ഈവൻ ഉള്ള ഒരു ബാറ്റിൽ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ബാറ്റിൽ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ. സോ ആ സമയത്താണല്ലേ ഞാൻ കൃത്യമായി കയറി വന്നത്. ഞാനൊരു ചെസ് പീസായിട്ട് മാറി. അതിൽ നല്ലത് നീ നിന്റെ ഫാമിലിനെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അങ്ങനെ വിചാരിച്ച പോലെ അതല്ലേ കുറച്ചുകൂടെ നല്ലത്. പറഞ്ഞതുപോലെ നമ്മളെന്നാലും അവിടെ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തർ മുന്നോട്ട് നടക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ നിന്റെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടോ? അതെ, പറയാനാണ് ഞാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും അവിടെ നിൽക്കുന്നതാണ്. ഈ ടൈമിലാട്ടെ പെട്ടെന്ന് അവൻ പറയുകയും ചെയ്യും, അല്ല എന്തോ നന്നായിട്ട് മണക്കുന്നുണ്ടല്ലോ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ നേരത്ത് ആർത്തർ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് അവർ ഓടിച്ചെന്ന് ആർത്തറിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. സിൽവി, നീ എങ്ങനെയുണ്ട്? അത് കൊള്ളാം, നീ സിൽവിനെ പറ്റിയാണ് ചിന്തിച്ചത്, എന്നെപ്പറ്റി ചിന്തിച്ചില്ലേ? അല്ല, ചേട്ടൻ എപ്പോഴും ഇതേപോലെ തന്നെ തിരിച്ചു വരാറുണ്ടല്ലോ. അടുത്ത സെക്കൻഡാണ് ആ ഒരു വലിയൊരു സംഭവം ഉണ്ടായത്. അവരെല്ലാവർക്കും ഒരു പ്രഷർ അനുഭവപ്പെട്ടു. വിസ്ഡം അതൊന്ന് കുറക്കുമോ? ആ ടൈമിൽ തന്നെ വിസ്ഡം ഇടയ്ക്ക് നടന്നു വരുന്നുണ്ട്. സോ ഗൈസ്, എല്ലാവരും എൻ്റെ ടീച്ചറിനെ പറ്റി ചെയ്തോ. ഇതാണ് എൻ്റെ പ്രോസ്പെറിറ്റി ടീച്ചർ. അവരെല്ലാവരും അതിശയത്തോടെയാണ് അവനെ നോക്കിക്കൊണ്ടെന്ന്. വിസ്ഡുമായിട്ട് തിരിച്ച് അതേപോലെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് നമ്മുടെ എൽഡർ റീനെ പറയുന്നുണ്ട്, വെൽക്കം മാസ്റ്റർ വിസ്ഡം. ആ ടൈമിൽ തന്നെ അവർ പറയും ചെയ്യും, താങ്കളുടെ ഒരു പവർഫുൾ ആളുടെ മേജ് ആയിരിക്കുമല്ലേ, എന്നാലും എൻ്റെ മകനെ രക്ഷിച്ചാൽ റിയലി താങ്ക്സ്. അല്ല, നിന്റെ ടീച്ചർ എന്നല്ലേ പറഞ്ഞ? കൃത്യമായി പറഞ്ഞാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തായാലും ഒരു വലിയ ജേണി കഴിഞ്ഞ് വന്നല്ലേ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വിസ്ഡം കൂടെ ആ ഒരു സിഗ്നൽ കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, എല്ലാ റീന, എനിക്ക് എൻ്റെ പാരൻസുമായിട്ട് ഒന്ന് പ്രൈവറ്റായിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, നീ അത് യൂസ് ചെയ്തോളെന്ന് പറയാൻ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ടീച്ചർ വരണ്ടേ? കുഴപ്പമില്ല. എന്ത് പറ്റിയടാ? ഞങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണോ? നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ആ ടൈമിൽ തന്നെ അവൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ ഇതെങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് പറയാനായിട്ട് കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ആ നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് പറയുകയും ചെയ്യും, സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഇത് പറയാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട്. ഞാൻ ഈ ലോകത്ത് വന്നപ്പോൾ മുതൽ തന്നെ. നീ എന്താണ് ഈ പറയുന്നത്? വന്നപ്പോൾ മുതലെന്നോ? അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എന്താണ് ഈ പറയുന്നത് അർത്ഥം? അതെ, ഞാൻ പറയുന്നത്, എടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിൻ്റെ അമ്മേനെ നീ ഇങ്ങനെ പേടിപ്പിക്കില്ല കേട്ടോ. നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് വിശ്വസിക്കണം. എനിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ജനിച്ചന്ന് മുതൽ, അല്ല ഞാനിവിടേക്ക് വന്നന്ന് മുതൽ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ജനിച്ചതല്ല, ഞാനിവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വന്ന ഒരാളാണ്. ആ ദിവസം മുതൽ തന്നെ എനിക്കെല്ലാം കൃത്യമായി ഓർമ്മയുണ്ട്. പഴയ ജന്മവും ഞാൻ ജീവിക്കാനിരിക്കുന്ന ഇത് എൻ്റെ പുതിയ ജന്മവുമാണെന്ന്. ആ ഒരു വലിയ റിവീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.